പലപ്പോഴും മുട്ടുവേദനയായി വരുന്ന രോഗികളോട് അവരുടെ സ്റ്റേജ് രണ്ടാമത്തെയോ മൂന്നാമത്തെ സ്റ്റേജ് ആണെങ്കിൽ നമ്മൾ അസുഖം മാറുന്ന രീതിയിൽ PRP ട്രീറ്റ്മെൻറ്റ് അതായത് റീജനറേറ്റീവ് ട്രീറ്റ്മെൻറ്റ് സജസ്റ്റ് ചെയ്യും. അപ്പോൾ പലപ്പോഴും പല രോഗികളും പറയുന്നൊരു മറുപടിയുണ്ട്. ഒന്നുകിൽ ഞങ്ങൾ ഓൾറെഡി PRP ട്രീറ്റ്മെൻറ്റ് ചെയ്തതാണ് ഒരു മാറ്റവും ഇല്ല. അല്ലെങ്കിൽ എൻ്റെ തൊട്ടടുത്ത വീട്ടിലുള്ള ആൾക്കാർക്ക് ചെയ്തിട്ടുണ്ട് ഒരു മാറ്റവും ഇല്ല എന്നുള്ള കാര്യങ്ങൾ സാധാരണ പറയാറുണ്ട്. എന്തുകൊണ്ടാണ് PRP ചില ആളുകൾക്ക് ഫലം ചെയ്യാത്തത്? അപ്പോൾ അത് നമുക്ക് ചില കാരണങ്ങളുണ്ടാവും. അപ്പോൾ എന്താണ് അത്തരത്തിലുള്ള കാരണങ്ങളെന്ന് നമുക്കൊന്ന് വിശദമായി ചർച്ച ചെയ്യാം. ഞാൻ ഡോക്ടർ നിഷാദ്, കൺസൾട്ടന്റ് പെയിൻ ഫിസിഷ്യൻ, കോർടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, കോഴിക്കോട്. എന്തുകൊണ്ടാണ് PRP ട്രീറ്റ്മെന്റിൽ ചില ആൾക്കാർക്ക് ഫലം ചെയ്യാത്തത്? നമുക്ക് സാധാരണ ഒരു മെഡിസിൻ കൊടുത്തു കഴിഞ്ഞാൽ, ഒരു മെഡിസിൻ കൊടുത്ത് അതിനൊരു ഫലം ഉണ്ടാവണമെങ്കിൽ, ഒരു റിസൾട്ട് ഉണ്ടാവണമെങ്കിൽ അതിനൊരു ഡോസ് ഉണ്ടാവും സാധാരണ രീതിയിൽ. അതുപോലെ തന്നെയാണ് ഈ PRPക്കും ഒരു ഡോസ് ഉണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ PRP കൊണ്ട് ഉദ്ദേശിക്കുന്നത്? PRP എന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലേറ്റ്ലെറ്റ്സ് ആണ്. അതായത് ശരീരത്തിലുള്ള ഒരു രക്തകോശങ്ങളാണ് പ്ലേറ്റ്ലെറ്റ്സ്. അപ്പോൾ പ്ലേറ്റ്ലെറ്റ്സിൻ്റെ ഡോസിനനുസരിച്ചാണ് നമുക്കതിൻ്റെ റിസൾട്ട്സ് നന്നാവുന്നത്. അപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ ഒരാൾക്ക് 1.5 ലാക്സ് മുതൽ 3.5 വരെ 4 ലാക്സ് വരെയൊക്കെ നോർമലി ഒരു പ്ലേറ്റ്ലെറ്റ് ബ്ലഡിൽ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു 5 ടൈംസ് എങ്കിലും പ്ലേറ്റ്ലെറ്റ് ഉണ്ടാകുമ്പോഴാണ് ഒരാളുടെ നോർമൽ പ്ലേറ്റ്ലെറ്റ് കൗണ്ടിനെ അപേക്ഷിച്ച് ഒരു 5 ടൈംസ് എങ്കിലും നമ്മൾ കൊടുക്കുന്ന PRPയിൽ പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ, അതുകൊണ്ടാണ് അതിൻ്റെ പേര് പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ എന്ന് പറയാനുള്ള കാരണം അതുകൊണ്ടാണ്. അതായത് അതിൽ പ്ലേറ്റ്ലെറ്റ്സ് റിച്ച് ആണ്. അപ്പോൾ പ്ലേറ്റ്ലെറ്റ്സ് റിച്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് ശരിക്കും ജസ്റ്റ് ഒരു 2 ടൈംസ് ആണെങ്കിലും അത് പ്ലേറ്റ്ലെറ്റ് റിച്ച് എന്ന് പറയാം. കാരണം വെച്ചാൽ അതിൻ്റെ വോളിയം കൂടുതലായതുകൊണ്ട് അതിന് നമുക്ക് പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ എന്ന് പറയാം. പക്ഷേ ആക്ച്വലി അതിൻ്റെ വർക്ക് നടക്കണമെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രവർത്തനം നമ്മുടെ ശരീരത്തിൽ ഒരു റിപ്പയറിംഗ് നടക്കണമെങ്കിൽ ശരിക്കും മിനിമം ഒരു 5 ടൈംസ് എങ്കിലും വേണം. അതായത് നമുക്ക് 2 ലാക്സ് പ്ലേറ്റ്ലെറ്റ് ഉള്ള ഒരാൾക്കാണെങ്കിൽ മിനിമം 10 ലാക്സ് എങ്കിലും നമ്മൾ 1 ml പ്ലേറ്റ്ലെറ്റ്സ് വേണം. അപ്പോഴേ അത് എന്താണ് ശരിയായ ഡോസ് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് നോക്കേണ്ടത് പ്ലേറ്റ്ലെറ്റിൻ്റെ ഡോസാണ്. അപ്പോൾ സാധാരണ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു 10 ലാക്സിലേക്ക് എത്തിക്കാൻ പറ്റുക? അല്ലെങ്കിൽ ടോട്ടൽ നമുക്കൊരു മുട്ടിൻ്റെ ഉള്ളിലേക്കാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, ഒരു മുട്ടിൻ്റെ തേയ്മാനമാണ് രണ്ടാമത്തെ സ്റ്റേജാണ്, നമ്മൾ PRP ചെയ്യുകയാണെങ്കിൽ മുട്ടിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ PRP കൊടുക്കുന്ന സമയത്ത് മിനിമം ഒരു പ്രാവശ്യം കൊടുക്കുമ്പോൾ മിനിമം ഒരു 5 ബില്യൺ പ്ലേറ്റ്ലെറ്റ്സ് എങ്കിലും നമ്മുടെ മുട്ടിൻ്റെ ഉള്ളിൽ എത്തണം. അതാണ് പഠനങ്ങളെല്ലാം കാണിക്കുന്നത്. ആ ഒരു ഡോസിലേക്ക് പ്ലേറ്റ്ലെറ്റ് എത്തുമ്പോൾ മാത്രമേ നമുക്ക് റീജനറേഷൻ എന്നുള്ള രീതിയിലേക്ക്, അതായത് തേയ്മാനത്തിന് മാറ്റം ഉണ്ടാകുന്ന മജ്ജ പുനരുജ്ജീവിക്കുന്ന രീതിയിലേക്ക് ഈ പ്ലേറ്റ്ലെറ്റ് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ഡോസിലേക്ക് എത്താത്ത രീതിയിൽ നമ്മൾ PRP ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് ഉണ്ടാവില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാരണം ഈ ഒരു ഡോസ് തന്നെയാണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്കൊരു പ്ലേറ്റ്ലെറ്റിൻ്റെ ഡോസ് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണത് അതിന് മാറ്റം വരുന്നത് എപ്പോഴാണ്? അപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾക്ക് കാണാം, പലപ്പോഴും ചില ആളുകൾ 10 ml ബ്ലഡ് എടുത്തിട്ട് നമ്മൾ സെൻട്രിഫ്യൂജ് ചെയ്ത്, ഒരു പ്രാവശ്യം സെൻട്രിഫ്യൂജ് ചെയ്ത് അതിൻ്റെ സൂപ്പർനാറ്റിന് അത് PRP ആയിട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ അതിലുള്ള പ്രശ്നം വെച്ചാൽ നമുക്ക് വളരെ കുറഞ്ഞ ഒരു ജസ്റ്റ് ഡബിൾ ദി കൗണ്ടേ ഉണ്ടാവുള്ളൂ. അപ്പോൾ 2.5 ലാക്സ് ആണ് 5 ലാക്സിലേക്ക് എത്തിയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിൽ നമ്മൾ PRP കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും അത് വർക്ക് ചെയ്യില്ല. അത് വർക്ക് ചെയ്യാൻ പെയിന് കുറച്ച് കുറേ ഉണ്ടാവും, പക്ഷേ ഒരിക്കലും അത് റീജനറേഷൻ എന്നുള്ള രീതിയിലേക്ക് അത് വരില്ല. അപ്പോൾ നമുക്ക് മിനിമം ഒരു മുട്ടിന് ചെയ്യണമെങ്കിൽ, ഒരു മുട്ടിന് നമ്മൾ PRP ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ മിനിമം നമുക്കൊരു 40 ml എങ്കിലും ബ്ലഡ് എടുക്കണം. 40 ml കൂടുതൽ, 40 ml അല്ലെങ്കിൽ അതിൽ കൂടുതലോ ബ്ലഡ് എടുക്കുമ്പോൾ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ ഒരു 5 ടൈംസിലേക്ക്, അല്ലെങ്കിൽ ഒരു 5 ബില്യൺ എന്നുള്ള ഡോസിലേക്ക് നമുക്ക് പ്ലേറ്റ്ലെറ്റ്സ് കിട്ടുള്ളൂ. അപ്പോൾ ഏറ്റവും പ്രധാനം ഒരു കാരണം അത് തന്നെയാണ്. അതായത് നമ്മൾ എടുക്കുന്ന ബ്ലഡിൻ്റെ അളവ് കൃത്യമായിട്ടുണ്ടാവണം. രണ്ടാമത്തത് ചെയ്യുന്ന സെൻട്രിഫ്യൂജ്, നമ്മൾ ഉപയോഗിക്കുന്ന മെഷീനും സെൻട്രിഫ്യൂജ് മെഷീനും, അല്ലെങ്കിൽ അതിൻ്റെ എത്ര പ്രാവശ്യം ചെയ്യുന്നു, അപ്പോൾ ഡബിൾ സെൻട്രിഫ്യൂജ് എന്ന് പറയും, 2 പ്രാവശ്യം സെൻട്രിഫ്യൂജ് ചെയ്തെടുക്കണം. അപ്പോൾ അത്തരത്തിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് കൗണ്ട് വീണ്ടും കൂടും. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന കിറ്റ്, അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന ബ്ലഡിൻ്റെ അളവ്, നമ്മൾ ഉപയോഗിക്കുന്ന സെൻട്രിഫ്യൂഗേഷൻ മെത്തേഡ്, ഇതെല്ലാം അനുസരിച്ചാണ് നമുക്ക് പ്ലേറ്റ്ലെറ്റിൻ്റെ ഫൈനൽ നമ്മൾ ഇഞ്ചെക്ട് ചെയ്യുന്ന പ്ലേറ്റ്ലെറ്റ്സിൻ്റെ അളവ് കൃത്യമായിട്ട് കിട്ടുന്നത്. അപ്പോൾ അത് ഏറ്റവും പ്രധാനം അതാണ്. നമ്മൾ ചെയ്തത് അങ്ങനെ തന്നെയാണോ എന്നുള്ളത് നമുക്ക് നോക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് ഇഫക്റ്റീവ് അല്ല എന്ന് പറയുന്നതിന് മുന്നേ ഒരു കാരണം അതാണ്. രണ്ടാമത്തെ കാരണം നമ്മുടെ എങ്ങനെ കൊടുത്തു എന്നുള്ളതാണ്. നമുക്ക് പ്ലേറ്റ്ലെറ്റ് നമ്മൾ നല്ലപോലെ പ്രിപ്പയർ ചെയ്തു. ഈ പറഞ്ഞ കൗണ്ടിൽ തന്നെ നമ്മൾ പ്ലേറ്റ്ലെറ്റ് പ്രിപ്പയർ ചെയ്തു. പക്ഷേ നമുക്ക് എന്താണ് ചെയ്തത്, നമ്മൾ ബ്ലൈൻഡായിട്ട് ഇഞ്ചക്ഷൻ കൊടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ എത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ചെയ്താലും നമ്മൾ എക്സ്റേയുടെയോ അല്ലെങ്കിൽ അൾട്രാസൗണ്ടിൻ്റെയോ സഹായത്തോടെ അല്ലാതെ ചെയ്യുന്ന സമയത്ത് എല്ലാ പഠനങ്ങളും കാണിക്കുന്ന ഒരു 50% അത് പുറത്താണെന്നുള്ളതാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് നമുക്ക് ആവശ്യമുള്ള ഇടത്തിൽ എത്തണം. നമ്മൾ കൃത്യമായ ഡോസ് ആണെങ്കിലും അത് കൃത്യമായിട്ട് അസുഖമുള്ള ഇടത്തിൽ എത്തുമ്പോൾ മാത്രമേ അത് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് മുട്ടിൻ്റെ ഉള്ളിലേക്കാണെങ്കിൽ മുട്ടിൻ്റെ ഉള്ളിൽ ആ മജ്ജ ദ്രവിച്ചു പോയ ഭാഗത്തേക്ക്, അല്ലെങ്കിൽ കാർട്ടിലേജ് ദ്രവിച്ചു പോയ ഭാഗത്തേക്ക് നമുക്ക് ഈ PRP എത്തിക്കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്യും. അപ്പോൾ അതാണ് രണ്ടാമത്തെ കാര്യം, നമ്മൾ ഇമേജ് ഗൈഡൻസിൽ ചെയ്യണം എന്നുള്ളതാണ് പ്രധാനം. മൂന്നാമത്തെ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മറ്റുള്ള അസുഖങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകൾ, അത് PRPനെ ബാധിക്കും.
അത് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. പലപ്പോഴും നമ്മൾ PRP ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ മറ്റുള്ള മെഡിസിൻസ് എന്തെങ്കിലും എടുക്കുന്നുണ്ടോ എന്ന് ചോദിക്കാതെ നമ്മൾ നേരിട്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പ്രശ്നം വരാറുണ്ട്. ഉദാഹരണത്തിന് സ്റ്റീറോയിഡ് കഴിക്കുന്ന ആൾക്കാർ, ഇപ്പോൾ വാതസംബന്ധമായ അസുഖങ്ങൾക്ക് സാധാരണ സ്റ്റീറോയിഡ് മരുന്ന് എടുക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാർക്ക് PRP വർക്ക് ചെയ്യില്ല. അപ്പോൾ സ്റ്റീറോയിഡ് മിനിമം നമ്മൾ 4 ആഴ്ച മുന്നെങ്കിലും നിർത്തിയാൽ മാത്രമേ PRP ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ തന്നെ പെയിൻ കില്ലർ, വേദന സംഹാരികൾ, അതായത് നീര് പോകാനുള്ള രീതിയിലുള്ള NSAIDs വിഭാഗത്തിൽപ്പെട്ട വേദന സംഹാരികൾ കഴിക്കുന്ന ആൾക്കാർക്ക് അത് മിനിമം 2 ആഴ്ച മുന്നെങ്കിലും നിർത്തണം. അല്ലാതെ നമ്മൾ PRP ചെയ്യാൻ പാടില്ല. കാരണം ഇത് രണ്ടും ഈ PRPയുടെ ഇഫക്റ്റിനെ ബ്ലോക്ക് ചെയ്യുന്ന, നമ്മൾ പ്ലേറ്റ്ലെറ്റ് നമ്മുടെ ശരീരത്തിലേക്ക് കൊടുക്കുമ്പോൾ അതിൻ്റെ ഇഫക്റ്റ് ബ്ലോക്ക് ചെയ്യുന്ന മെഡിസിൻസ് ആണ്. അപ്പോൾ അത് നമ്മൾ ഒഴിവാക്കണം. അത് ഒഴിവാക്കിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം. പിന്നെ ഉള്ളത് ഹാർട്ട് സംബന്ധമായ അസുഖങ്ങളാണ്. അപ്പോൾ ഹാർട്ട് സംബന്ധമായ അസുഖമുള്ള ആൾക്കാർ രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള ക്ലോപ്പിഡോഗ്രിൽ, എക്കോസ്പ്രിൻ പോലെയുള്ള മരുന്നുകൾ കഴിക്കുന്ന ആളുകളുണ്ടാവും. അപ്പോൾ ഇത് ആന്റി പ്ലേറ്റ്ലെറ്റ്സ് എന്നാണ് ഈ ഗ്രൂപ്പ് അറിയപ്പെടുന്നത്. അത് പ്ലേറ്റ്ലെറ്റിനെ ബ്ലോക്ക് ചെയ്യുന്ന മെഡിസിൻസ് ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള മെഡിസിൻ കഴിക്കുന്ന ആൾക്കാർക്ക് നമുക്ക് ഈ PRP ഇഫക്റ്റീവ് ആവില്ല. അപ്പോൾ എന്താ ചെയ്യുക, ഈ ക്ലോപ്പിഡോഗ്രിൽ എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ മിനിമം നമുക്ക് 4 ആഴ്ചയെങ്കിലും നമ്മൾ നിർത്തണം. 2 ആഴ്ചയിൽ കൂടുതൽ നിർബന്ധമായും നിർത്തണം. 4 ആഴ്ച നിർത്തുകയാണെങ്കിൽ ഏറ്റവും നല്ലത് എപ്പോഴും അതാണ്. അപ്പോൾ അത് പലപ്പോഴും കാർഡിയോളജിസ്റ്റ് സമ്മതിക്കില്ല. കാരണം ക്ലോപ്പിഡോഗ്രിൽ ഇത്രയും സമയം നിർത്താൻ പറ്റില്ല. അപ്പോൾ നമുക്കുള്ളത് എക്കോസ്പ്രിൻ ആണ്. എക്കോസ്പ്രിൻ ആണെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് തന്നെ PRP ചെയ്യാൻ പറ്റും. പക്ഷേ എക്കോസ്പ്രിൻ കഴിക്കുന്ന ആൾക്കാരിൽ നമുക്ക് പ്രധാനമായിട്ടും എക്കോസ്പ്രിൻ ബാധിക്കുന്നത് ഈ പ്ലേറ്റ്ലെറ്റിൻ്റെ ഡോസിനാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ കൂടുതൽ ബ്ലഡ് എടുക്കേണ്ടി വരും. അപ്പോൾ സാധാരണ ആൾക്കാർക്ക് നമ്മൾ 40 ml എടുത്തിട്ടാണ് PRP ഉണ്ടാക്കുന്നതെങ്കിൽ ഈ എക്കോസ്പ്രിൻ കഴിക്കുന്ന ആൾക്കാർക്ക് നമ്മൾ 60 ml ബ്ലഡ് എടുത്തിട്ട് PRP ഉണ്ടാക്കുകയാണെങ്കിൽ അത് ഈക്വലി മറ്റുള്ള ആൾക്കാരെ പോലെ തന്നെ വർക്ക് ചെയ്യും. അപ്പോൾ അത്തരത്തിലുള്ള മരുന്ന് കഴിക്കുന്നതിന് അതിനനുസരിച്ച് നമ്മൾ ഡോസ് കൂട്ടൽ പ്രധാനമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, അപ്പോൾ പേഷ്യൻ്റ് സ്റ്റീറോയിഡ് എടുക്കുന്നുണ്ടോ, പെയിൻ കില്ലേഴ്സ് എടുക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഹാർട്ട് സംബന്ധ മെഡിസിൻ എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് നമ്മൾ PRP മോഡിഫിക്കേഷനും അതിൻ്റെ ടൈമിങ് നമ്മൾ എപ്പോൾ ചെയ്യണം എന്നുള്ള ടൈമിംഗ് എല്ലാം നമ്മൾ നിശ്ചയിക്കേണ്ടതാണ്. അപ്പോൾ ഇതാണ് ഒരു ഫെയിലിയറിനുള്ള ഒരു കാരണം. അപ്പോൾ മൂന്നാമത്തെ കാരണം ഇതാണ്. നാലാമത്തത് നമ്മുടെ സ്റ്റേജാണ്. ഏത് അസുഖത്തിൻ്റെ സ്റ്റേജാണ്. നമുക്കിപ്പോൾ മുട്ടിൻ്റെ തേയ്മാനത്തിനാണല്ലോ PRP സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ PRP മുട്ടിൻ്റെ തേയ്മാനം എന്ന് പറഞ്ഞാൽ 1, 2, 3, 4 എന്ന് പറഞ്ഞ സ്റ്റേജുകളുണ്ട്. അതായത് നമ്മളെ തേയ്മാനത്തിൻ്റെ ഗ്രേഡ് അനുസരിച്ചാണ് ഈ സ്റ്റേജ് വരുന്നത്. അപ്പോൾ നിന്നിട്ടുള്ള എക്സ്റേ എടുത്തിട്ട് നമ്മൾ ഗ്രേഡൊക്കെ തീരുമാനിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് ഇപ്പോൾ ഗ്രേഡ് 1, 2, 3 ഈ 3 സ്റ്റേജിലാണെങ്കിലും നമുക്ക് PRP നല്ലപോലെ റിസൾട്ട് ഉണ്ടാക്കും. എല്ലാ പഠനങ്ങളും പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ നാലാമത്തെ സ്റ്റേജിലാണെങ്കിൽ പൊതുവെ PRPക്ക് റിസൾട്ട് മോശമായിരിക്കും. അപ്പോൾ അത് എല്ല് തമ്മിൽ തട്ടി നിൽക്കുന്ന സ്റ്റേജോ അല്ലെങ്കിൽ കാലിന് വളവോ ഉള്ള സ്റ്റേജ് ആണെങ്കിൽ പൊതുവെ PRP ഫലം ചെയ്യാറില്ല. എങ്കിലും നമ്മൾ പ്രായം കുറവുള്ള ആൾക്കാർ, ഇപ്പോൾ 40, 45, 50 വയസ്സൊക്കെ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ നമുക്കിപ്പോൾ സർജറി ചെയ്യാനുള്ള ടൈം ആയിട്ടില്ല, അവർക്ക് മുട്ടിൻ്റെ തേയ്മാനമുണ്ട്, നാലാമത്തെ സ്റ്റേജിലാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ റീജനറേറ്റീവ് ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ PRP ട്രീറ്റ്മെൻറ്റ് ട്രയലായിട്ട് എടുക്കാവുന്നതാണ്. പക്ഷേ അത് എടുക്കുമ്പോൾ, ആ ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ സ്റ്റേജിലുള്ള ആൾക്കാർക്ക് കിട്ടുന്ന പോലെയുള്ള ഒരു റിസൾട്ട് ഒരിക്കലും നമ്മൾ നാലാമത്തെ സ്റ്റേജിൽ പ്രതീക്ഷിക്കരുത്. അപ്പോൾ അതിനെക്കാട്ടും കുറവായിരിക്കും. അപ്പോൾ കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യേണ്ടി വരും. അങ്ങനെ ആകുമ്പോൾ മാത്രമേ നമുക്കൊരു കുറച്ച് റിസൾട്ട് കിട്ടാൻ സാധ്യതയുള്ളൂ. അപ്പോൾ ഏത് സ്റ്റേജിലാണ് നമ്മൾ ഇത് എടുത്തതെന്നുള്ളത് പ്രധാനമാണ്. അപ്പോൾ കഴിയുന്നതും 2, 3 സ്റ്റേജിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ PRP ട്രീറ്റ്മെൻറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ റിസൾട്ട് നന്നാവും. പിന്നെ ഉള്ളത് അതിനെക്കാട്ടും പ്രധാനമായിട്ടുള്ള ഒരു ഘടകം, അഞ്ചാമത്തെ പോയിന്റാണ്. അത് റീഹാബിലിറ്റേഷൻ ആണ്. അതായത് നമ്മൾ ഈ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്യുന്നത്, ഇപ്പോൾ നമ്മൾ PRP ട്രീറ്റ്മെൻറ്റ്, മുട്ടിൻ്റെ തേയ്മാനത്തിന് PRP ട്രീറ്റ്മെൻറ്റ് കൊടുക്കുമ്പോൾ മുട്ടിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ PRP ട്രീറ്റ്മെൻറ്റ് കൊടുക്കും. അതിൻ്റെ തരുണാസ്ഥി നമുക്ക് എന്താണോ ദ്രവിച്ചു പോയി അതിൻ്റെ റിപ്പയറിങ് നടക്കും. പക്ഷേ മുട്ടിൻ്റെ പുറത്തുള്ള മസിലുകൾ, അതായത് നമുക്ക് പേശികൾ, ഇപ്പോൾ മുട്ടിന് തേയ്മാനം വന്നു കഴിഞ്ഞാൽ ആദ്യം സംഭവിക്കുക നമ്മളെ തൊടയുടെ മസിൽസ് എല്ലാം വീക്കാവുക എന്നുള്ളതാണ്. അതിൻ്റെ ശക്തി കുറയുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് PRP ട്രീറ്റ്മെൻറ്റിനോട് മെച്ചപ്പെടില്ല. നമ്മളെപ്പോഴും മുട്ടിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ മാത്രമാണ് മെച്ചപ്പെടുന്നത്. അപ്പോൾ അതിന് പുറത്തുള്ള മസിൽസ്, അതുപോലെ അതിന് ചുറ്റുമുള്ള ലിഗമെൻറ്റ്സ്, അതിൻ്റെയൊക്കെ ശക്തി കുറയും ഈ തേയ്മാനം വരുന്ന സമയത്ത്. അത് നമ്മൾ കൃത്യമായിട്ടുള്ള എക്സസൈസുകളും ഫിസിയോതെറാപ്പിയും കാര്യങ്ങളും ചെയ്തിട്ട് അതിൻ്റെ ശക്തി കൂട്ടിക്കൊണ്ടുവരിക എന്നുള്ളത് പ്രധാനമാണ്. നമ്മളെപ്പോഴും ഈ PRP ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ മറ്റുള്ള എന്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ ഈ റീഹാബിലിറ്റേഷൻ എപ്പോഴും നമ്മുടെ സ്ട്രെങ്ത് കൂട്ടിക്കൊണ്ടുവരാനുള്ള എക്സസൈസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യുക, ഫിസിയോതെറാപ്പി ചെയ്യുക, ഇത് ആഡ് ചെയ്യുക എന്നുള്ളത് പ്രധാനമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ 5 കാര്യങ്ങൾ നിങ്ങൾക്ക് PRP ട്രീറ്റ്മെൻറ്റ് ഇഫക്റ്റീവ് ആയിട്ടില്ല എന്ന് തോന്നുക, അല്ലെങ്കിൽ മറ്റുള്ള ആൾക്ക് ഇഫക്റ്റീവ് ആയിട്ടില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഈ 5 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് ചെയ്ത ഡോസ് കറക്റ്റ് ആണോ, അല്ലെങ്കിൽ നമ്മൾ ഇമേജ് ഗൈഡ് ആയിട്ടാണോ ചെയ്തത്, അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ മറ്റുള്ള മെഡിസിൻസ് എന്തെങ്കിലും കഴിക്കുന്നുണ്ടായിരുന്നോ, അല്ലെങ്കിൽ നമുക്ക് ഈ അസുഖത്തിൻ്റെ സ്റ്റേജ് ശരിക്കും ഇത് ചെയ്യേണ്ട സ്റ്റേജ് തന്നെയാണോ, അല്ലെങ്കിൽ നമ്മൾ കൃത്യമായ റീഹാബിലിറ്റേഷൻ ചെയ്തിട്ടുണ്ടോ, ഈ 5 കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. പറയാൻ കാരണം, PRP ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ റീസെൻറ്റ് 2023, 2024, 2025 നടക്കുന്ന എല്ലാ പഠനങ്ങളും
കാണിക്കുന്നത് PRP ട്രീറ്റ്മെൻറ്റ് മുട്ടുവേദനയ്ക്ക് പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് ഉണ്ടാകുന്നത്. അതായത് നല്ല മെച്ചപ്പെട്ട റിസൾട്ട് ഉണ്ടാകുന്നതായിട്ട്. മുമ്പ് നടന്ന പല പഠനങ്ങളും നെഗറ്റീവായിട്ട് വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ പലപ്പോഴും പലരും കാണിക്കാറുണ്ട്. ഈ റാൻഡമൈസ്ഡ് കൺട്രോൾ ട്രയൽ ചെയ്തിട്ട് മുട്ടുവേദനയ്ക്ക് മാറ്റമില്ലാന്നാണല്ലോ പറയുന്നത്. അപ്പോൾ PRP ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ളത് പലതും പറയാറുണ്ട്. ഏതൊക്കെ സ്റ്റഡീസ് ആണോ നമുക്ക് മൊത്തത്തിൽ 145 സ്റ്റഡീസ് ഉണ്ടെങ്കിൽ അതിൽ 10ഓ 15ഓ സ്റ്റഡീസാണ് നെഗറ്റീവായിട്ടുള്ള റിസൾട്ട് വന്നത്. അപ്പോൾ ആ 15 സ്റ്റഡീസിലും ഈ പ്ലേറ്റ്ലെറ്റിൻ്റെ അളവ്, പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറവായിരുന്നു. എല്ലാവരും 10 ml ട്യൂബ് വെച്ചിട്ടുള്ള കിറ്റ് ഉപയോഗിച്ച് ചെയ്ത ആൾക്കാരാണ്. അല്ലെങ്കിൽ അവരുടെ പ്ലേറ്റ്ലെറ്റ് അവർ മെൻഷൻ ചെയ്തിട്ടേ ഇല്ല. എത്രയാണ് പ്ലേറ്റ്ലെറ്റ് ഡോസ് എന്നുള്ളത് മെൻഷൻ ചെയ്തില്ല. അത്തരത്തിലുള്ള പഠനങ്ങളാണ് ഈ നെഗറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് കാണിച്ചത്. ബാക്കിയുള്ള എല്ലാ സ്റ്റഡികളും ലോകത്ത് മൊത്തം നടന്നിട്ടുള്ള എല്ലാ സ്റ്റഡികളും കാണിക്കുന്നത് പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ടാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ മുട്ടിൻ്റെ തേയ്മാനത്തിന് PRP ട്രീറ്റ്മെൻറ്റ് ലെവൽ 1 എവിഡൻസ് ഉള്ള ഒരു ട്രീറ്റ്മെൻറ്റ് ആയിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്. പക്ഷേ നമ്മൾ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ 5 കാര്യങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ.